വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ക്രോസിംഗ് ദ ബോർഡേഴ്സിലെ മദർ എന്ന വർക്കാണ് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മദർ എന്ന വർക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് ഡീപ്ലി ഇമോഷണൽ ആൻഡ് പോയിഗ്നൻ്റ് നെറേറ്റീവാണ്. സെൻറ്റർ ചെയ്യുന്നുള്ളത് അറൗണ്ട് ദ തീംസ് ഓഫ് മദേഴ്സ് സെൽഫ്ലെസ് ലവ്. മദറിൻ്റെ സെൽഫ്ലെസ് ലവും സാക്രിഫൈസും എന്നുള്ള ആ ഒരു തീം അറൗണ്ട് ചെയ്തിട്ട് സെൻറ്റർ ചെയ്തിട്ടുള്ള ഒരു പോയിഗ്നൻ്റ് നെറേറ്റീവ് ആൻഡ് ഡീപ്ലി ഇമോഷണൽ വർക്കാണ് ഈ ഒരു മദർ എന്ന ഷോർട്ട് സ്റ്റോറി എന്നുള്ളത്. ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു യങ് ബോയ് ആണ്, പോസിബിളി എ വേർഷൻ ഓഫ് ബഷീർ ഹിംസെൽഫ്. ഇതിൽ പറയുന്നുള്ള ഫാമിലി എന്നുള്ളത് എക്സ്ട്രീംലി പുവറാണ്, അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്നുള്ളൊരു ഫാമിലിയും കൂടി തന്നെയാണ്. ഇതിൽ പറയുന്നുള്ള മദർ എന്നുള്ളത് ബാക്ക് ബോൺ ഓഫ് ദ ഹൗസ് ഹോൾഡിൻ്റെ കാര്യത്തിൽ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് ഇതിലെ മദർ എന്നുള്ളത്. ആ ഒരു മദർ എന്ത് ചെയ്യുന്നുണ്ട്, ചിൽഡ്രനെ ടേക്കിംഗ് കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡൂയിങ് എവറിത്തിങ് ടു മേക്ക് എൻസ് മീറ്റ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുള്ള ആ ഒരു മദർ എന്നുള്ളത് ഈ ഒരു വർക്കിൽ. മദർ എന്നുള്ളത് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അവളുടെ ഓൺ നീഡ്സ്, അവളുടെ ആവശ്യങ്ങളൊക്കെ അവളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കംഫർട്ട്സ് ടു ഫീഡ് ഹെർ ചിൽഡ്രൻ ആൻഡ് ഗീവ് ദം ഹോപ്പ്, അവർക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ് ചെയ്യുന്നുള്ളത് ഈ ഒരു മദർ എന്നുള്ളത്. ഒരു ദിവസം ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫുഡൊന്നും ഇല്ല എന്നറിയാതെ ഫുഡിന് വേണ്ടി മദറിനോട് ആസ്ക് ചെയ്യാന്നുള്ളത്. നോട്ട് റിയലൈസിങ് ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ ഹൗസിൽ വേറെ ഫുഡൊന്നും ഇല്ല എന്ന് അറിയാതെ ആ കുട്ടി എന്ത് ഫുഡിന് വേണ്ടിയിട്ട് മദറിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു കുട്ടീനെ ഇല്ല എന്ന് പറയുന്നതിന് പകരം മദർ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ലാസ്റ്റ് ബിറ്റ് ഓഫ് ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ല എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ആ ഒരു കഷ്ണം ഫുഡ് എന്ത് നൽകുന്നുണ്ട്, ആ ഒരു മകന് വേണ്ടി നൽകുന്നുണ്ട്. ഇവഞ്ച്വലി ഈ ഒരു ബോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു മദേഴ്സ് ലവിൻ്റെ ആ ഒരു ഡെപ്ത് ഈ ബോയ് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മദറിൻ്റെ സ്മൈലിന് ബിഹൈൻഡിലുള്ള ആ ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള പെയിന്, അതൊക്കെ ഈ ഒരു ബോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സ്നേഹം എത്രത്തോളം ആയമുള്ളതാണെന്നും അതുപോലെ തന്നെ ആ ഒരു ചിരിക്ക് പിന്നിലുള്ള ആ ഒരു പെയിൻ എത്രത്തോളമാണെന്നൊക്കെ ആ ഒരു കുട്ടിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നുള്ളത്. ഇനി ഈ ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മദർഹുഡ് ആൻഡ് സാക്രിഫൈസ്, മാതൃസ്നേഹം അതുപോലെ തന്നെ ത്യാഗങ്ങളെ പറ്റിയിട്ടൊക്കെയാണ്. മദറിൻ്റെ ആ ഒരു അൺകണ്ടീഷണൽ ലവ്, അതുപോലെ തന്നെ ആ ഒരു എന്തും സഫർ ചെയ്യാനുള്ള ആ ഒരു റെഡിനെസ്, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറീൻ്റെ കോർ എന്നുള്ളത്. അതുപോലെ തന്നെ പോവേർട്ടി ആൻഡ് ഡിഗ്നിറ്റിയാണ് മറ്റൊരു തീം എന്നുള്ളത്, ദാരിദ്ര്യവും അതുപോലെ തന്നെ അന്തസ്സും. ഒരു വോസ്റ്റ് ടൈമിലാണെങ്കിൽ കൂടി ആ ഒരു ക്യാരക്ടേഴ്സ് അവരുടെ ഡിഗ്നിറ്റി റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അന്തസ്സ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ ചിത്രീകരിക്കുന്നുള്ളത് എങ്ങനെയാണ് എക്സ്ട്രീം പോവേർട്ടീൻ്റെ ടൈമിൽ ലവ് അതുപോലെ തന്നെ റെസിലിയൻസ്, സ്നേഹമൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ട്, ആ ഒരു എക്സ്ട്രീം പോവേർട്ടിയിൽ അങ്ങേയറ്റത്തെത്തിയിട്ടുള്ള ദാരിദ്ര്യത്തിൽ പോലും ആ ഒരു സ്നേഹം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ ചിത്രീകരിക്കുന്നുള്ളത്. റെസിലിയൻസ് മീൻസ് പ്രതിരോധശേഷി, ആ ഒരു എക്സ്ട്രീം പോവേർട്ടിയിലും ആ ഒരു പ്രതിരോധശേഷിയും അതുപോലെ തന്നെ ലവൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നുള്ളത്, പോർട്രേ ചെയ്യുന്നുള്ളത്, ചിത്രീകരിക്കുന്നുള്ളത്. ഇനി പറയുന്നുള്ള മറ്റൊരു തീം എന്നുള്ളത് ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡ്, ആ ഒരു ചെറുപ്പകാലത്തെ നിഷ്കളങ്കത എന്നുള്ളത്. നെറേറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ആ ഒരു ചൈൽഡ് എന്നുള്ള ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചിൽഡ്രൻ അവരുടെ പാരൻസിൻ്റെ സാക്രിഫൈസ്, അവർ വലുതാവോളം വരെയുള്ള പാരൻസിൻ്റെ സാക്രിഫൈസ് കാണുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ചിൽഡ്രൻസ് ഫെയിൽ ചെയ്യുന്നുള്ളത് എന്ന കാര്യത്തെ പറ്റിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ പറയുന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ മറ്റൊരു തീമാണ് എംപതി ആൻഡ് റിയലിസം എന്നുള്ളത്. ബഷീറിൻ്റെ സ്റ്റോറി എന്നുള്ളത് ഇസ് നോട്ട് സെൻറ്റിമെൻ്റൽ ഇൻ എ ഫോഴ്സ്ഡ് വേ. ഈ ഒരു സ്റ്റോറിയിൽ എംപതി നാച്ചുറലി ഡ്രോ ചെയ്യുന്നുള്ളത് സിമ്പിൾ അതുപോലെ തന്നെ ഒതൻറ്റിക് ഇമോഷൻസിലൂടെയാണ് ഈ ഒരു സ്റ്റോറിയിൽ എംപതി ഡ്രോ ചെയ്യുന്നുള്ളത്. ഇനി ഒരു സ്റ്റോറീൻ്റെ സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടും അതുപോലെ തന്നെ കൊളോക്കിയൽ ലാംഗ്വേജ് ആയിട്ട്
സംസാര ഭാഷയിലൂടെയൊക്കെയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. മേക്കിംഗ് ഇറ്റ് ആക്സസിബിൾ ആൻഡ് ഇമോഷണലി ഇമ്മീഡിയറ്റ്. ഈ ഒരു വർക്ക് എന്നുള്ളത് ഇമോഷണലി ഇമ്മീഡിയറ്റ് അതുപോലെ തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള വർക്കാണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് അലോ ചെയ്യുന്നുണ്ട് റീഡേഴ്സിന് ടു കണക്ട് ഡീപ്ലി വിത്ത് ദ ഇമോഷൻസായിട്ട് ഡീപ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് അലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് മിനിമലിസ്റ്റിക് ആണ്, പക്ഷേ പവർഫുള്ളാണ്. ബഷീർ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് വേർഡ്സിലൂടെ പറയുന്നുണ്ട്. മെനി റൈറ്റേഴ്സ് മറ്റുള്ള റൈറ്റേഴ്സ് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വാക്കുകളിലൂടെ പറയുന്ന സമയത്ത് ഈ ഒരു ബഷീർ ഫ്യൂ വേർഡ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.